ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ചില പുരുഷന്മാർ എത്ര നോക്കിയിട്ടും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പോലും ഈ ഒരു വ്യക്തിനെ തിരിഞ്ഞു പോലും നോക്കുന്നുമില്ല. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആശയ വിനിമയം. അതായത് ഈ ഒരു ആൺകുട്ടി ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകുമോ എന്നുള്ളൊരു പേടി ഉള്ളിൽ ഉണ്ടാകും. സംസാരിക്കാൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥ. ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ നേരെ പോയി നിൽക്കുമ്പോൾ എന്ത് പറയണം എന്ന് അറിയത്തില്ല. പിന്നെ പറയുന്ന കാര്യങ്ങൾ പറയുന്ന രീതിക്ക് ആ ഒരു പെൺകുട്ടി എടുക്കുമോ എന്നുള്ളൊരു പേടി. ഇതൊക്കെ മൂലം ഈ ഒരു വ്യക്തിക്ക് ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാക്സിമം ബുക്കുകളും കാര്യങ്ങളൊക്കെ വായിക്കുക. അതിൽ നിന്ന് തന്നെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്നതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെ കുറവ് മൂലമാണ്. അതായത് ചില പുരുഷന്മാർക്ക്, എല്ലാവർക്കുമല്ല ചിലർക്ക്, പെൺകുട്ടികളിലൊക്കെ മുൻപിൽ പോയി നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു പേടിയാണ്. അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഇനി ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ റിജക്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്ത്രീകളെ പേടിയാണ്. എന്തെങ്കിലും അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും ബാക്കി ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുമോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി. ഇതുമൂലം ആത്മവിശ്വാസം ഭയങ്കര കുറവായിരിക്കും. സോ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം ഒരു പെൺകുട്ടിയോട് പറയാനുണ്ട് എങ്കിൽ അവളുടെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങൾക്കത് പറയാവുന്നതാണ്. ചില പുരുഷന്മാർക്ക് സ്ത്രീകളുടെ കണ്ണിൽ പോലും നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ കണ്ണിലൊക്കെ നോക്കി സംസാരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് ആ ഒരു പെൺകുട്ടിക്ക് തോന്നത്തുള്ളൂ. സ്ത്രീകൾക്കൊക്കെ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആണുങ്ങളെ അല്ലെങ്കിൽ ബോയ്സിനെയാണ് ഇഷ്ടം. സോ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് കണ്ണിൽ നോക്കി തന്നെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ചില പുരുഷന്മാരുണ്ട് പങ്കാളിയുടെ സൗന്ദര്യം നോക്കിയിട്ടായിരിക്കും അവളെ വിവാഹം കഴിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതായത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പെൺകുട്ടി ഒരാൺകുട്ടീനെ സെലക്ട് ചെയ്യുന്നത് അവൻ്റെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസ്, കാര്യങ്ങൾ, ജോലി, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അല്ലേ. പക്ഷേ ബോയ്സ് അല്ലെങ്കിൽ ആൺകുട്ടികൾ ഒരു പെൺകുട്ടീനെ സെലക്ട് ചെയ്യുന്നത് അവളുടെ സൗന്ദര്യം വെച്ചിട്ടായിരിക്കും. ഇങ്ങനെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ നോക്കി നോക്കി നടന്നിട്ട് അവസാനം വരുമ്പോഴത്തേക്കും ആരെയും കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. സോ സൗന്ദര്യമൊക്കെ നോക്കണം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ വേണം എന്ന് വാശി പിടിച്ചിരിക്കരുത്. അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പെൺകുട്ടീനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള ആളുകൾ. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റു ചിലർ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫീലാകും. പക്ഷേ മറ്റു ചിലർക്ക് ഈ പറയുന്ന കാര്യം എന്താണെന്ന് പെട്ടെന്നൊന്നും പിടികിട്ടത്തില്ല. ഇവരെന്തുദ്ദേശിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്, ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തവരുമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്, ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക. അല്ലാതെ പകുതി കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് എണീറ്റ് പോകുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു പോയിന്റുമായിട്ട് കുറച്ചൊക്കെ ഒരു സെയിം തന്നെയാണ്, വേറെ ഒന്നുമല്ല. സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചില പുരുഷന്മാരുണ്ട് അവർക്ക് ലോങ് ഹെയർ ഉള്ള ഗേൾസ് അല്ലെങ്കിൽ നല്ല ഇറക്കത്തിൽ മുടി ഉണ്ടാവണം,
നല്ല വെളുത്തിട്ടാവണം, അല്ലെങ്കിൽ നല്ല സൗണ്ട് ഉള്ള പെൺകുട്ടികൾ വേണം. ഇങ്ങനെ കുറേ അധികം സങ്കല്പങ്ങളുണ്ട്. ഇങ്ങനെ കുറേ അധികം സങ്കല്പങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ആളുകൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് പാടാണ്. കാരണം എല്ലാവർക്കും കുറേ അധികം എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ. ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലൈഫിൽ പോസിബിൾ ആകണം എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല. സോ കുറേ അധികം എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ സങ്കല്പങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവർക്കും ഇതേപോലെ തന്നെ സ്ത്രീകളെ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.